Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. Commanding the impossible. അസാധ്യമായതിനെ നോക്കി കൽപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അസാധ്യമായതിനെ നോക്കി കൽപ്പിക്കുക എന്നുള്ളത്. It is very important in our lives to command upon the impossible. എബ്രായർ 11:1 പഠിക്കുമ്പോൾ When we study the book of Hebrews chapter 11 verses 1, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. now faith is a substance of things hoped for, the evidence of things not seen. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. That is how the elders obtained a good report. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഹാനോക്ക് ഇവർക്കെല്ലാം സാക്ഷ്യം ലഭിച്ചത് ഒരു വിശ്വാസ ജീവിതത്തിലൂടെയാണ്. Our forefathers like Abraham, Isaac, Jacob, Enoch, they all got a good report through their life of faith. The faith that refuses to bow. മുട്ടുമടക്കുവാൻ അംഗീകരിച്ചു കൊടുക്കാത്ത വിശ്വാസം. നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം? What sort of a faith should we have? മുട്ടുമടങ്ങാത്ത, ശത്രുവിന്റെ മുമ്പിൽ, ലോകശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു വിശ്വാസം. A faith that doesn't kneel before your enemies, that doesn't kneel before diseases or sicknesses. യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കാം. We can kneel before Jesus. സാത്താന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ആവശ്യമില്ല. But there's no point, no reason for you to kneel before Satan. യേശു വിശ്വാസത്താൽ പിതാവിന്റെ വാക്കിനെ അനുസരിച്ചു. Jesus obeyed the word, the voice of the Father through faith. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറിമറിയാൻ പോകുന്നു. Today as you listen to this word, your life is going to turn around. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന കൊടുമുടിയെ, പർവ്വതത്തെ വിവരിച്ചുകൊണ്ടിരിക്കാതെ അതിൻ്റെ നീളവും വീതിയും അത് ഇത്ര വർഷം പഴക്കമുള്ളതെന്ന് പറയാതെ നാം അതിനോട് കൽപ്പിക്കുക. Instead of describing how high the peak of the mountain is, instead of describing how wide it is, how old it is, keep on describing how great your God is. Stop describing the peak. മലയുടെ മുകളിനെ പറ്റി നിങ്ങൾ വിവരിക്കാതിരിക്കുക. എന്നാൽ വിശ്വാസം ഒരു കാലാവസ്ഥയല്ല. Faith is not a climate or a weather. എപ്പോഴും കാലാവസ്ഥ റിപ്പോർട്ടുകളാണ് നമ്മൾ നോക്കുന്നത്. Always we look upon the weather forecast. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. There are chances for rain to pour and not. എന്നാൽ ഒരു കാലാവസ്ഥ റിപ്പോർട്ടല്ല, അത് ഒരു കൽപ്പനയാണ് ഫെയ്ത്ത്. Faith is not a weather forecast, instead it is a decision. ആമേൻ. നിങ്ങൾ ഭൂമിശാസ്ത്രത്തെ നോക്കി പഠിച്ചിട്ട് വിശ്വാസം കൽപ്പിക്കുക എന്നല്ല യേശു പഠിപ്പിച്ചത്. Jesus didn't ask us to study geology and then command. ആമേൻ. കർത്താവ് പറഞ്ഞത് ആരെങ്കിലും ഈ മലയോട് നീങ്ങി കടലിൽ ചാടുക, വീഴുക എന്ന് പറഞ്ഞാൽ വീഴും എന്നാ കർത്താവ് പഠിപ്പിച്ചത്. What Jesus taught is that if you command to this mountain to be uprooted and be thrown into the sea, that will happen. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന മലയുടെ മുൻപിൽ നിങ്ങൾ നിശബ്ദരാണെങ്കിൽ മല അവിടെ തന്നെ തുടരും. If you are silent before the mountains before you, the mountain will remain in the very place it is staying. തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്യുക, അത് പറയുന്നത് പോലെ സംഭവിക്കും. Without any doubt in your heart, if you command and if you declare, it will happen in the very same way that you declare. നിങ്ങൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയും കംപ്ലൈന്റ് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മല ഇല്ലാതാകിയല്ല, അത് വീണ്ടും വളർന്നു നിങ്ങളുടെ മുമ്പിൽ വലുതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. If you keep on complaining, the mountains before you will not vanish away, it will stay and it will grow bigger and bigger. പകരം നാം മലയോട് കൽപ്പിക്കുക, നീങ്ങി പോക എന്ന്. Instead we need to command to the mountains to be turned away. ഇന്ന് അളന്നുകൊണ്ടിരിക്കാതെ കൽപ്പിക്കാൻ തയ്യാറാകുക. Today you need to prepare yourself, make ready yourself not to measure the mountains but to command. ഈ ആഴ്ച യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും, നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും
മാറ്റിമറിക്കുന്നതായി തീരാൻ പോകുന്നു. This week, your faith in Jesus will turn away every diseases, heal you of all your diseases, turn away every problems in your life and open ways in your life. നിങ്ങളുടെ വാക്ക് പർവ്വതത്തിന്റെ വാല്യവും പഴക്കവും ശക്തിയും ഉയരവും അതിൻ്റെ നീളവും വീതിയും ഒന്നും പറയണ്ട, കൽപ്പിക്കുക. അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് പെട്ടെന്ന് ഓടി മറയും. Oh, instead of your words being descriptive of how high, how wide, how old the mountain is, instead you need to command with faith upon the mountain that you see. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Right now I'm going to pray for you. ഈ പ്രാർത്ഥന This prayer, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. oh, it's going to bring it into your life. യേശുവേ, Jesus, എൻ്റെ പാപങ്ങളെല്ലാം കഴുകണം. Lord, wash me of all my sins. എൻ്റെ അവിശ്വാസം മാറ്റണം. Take away my unbelief. എൻ്റെ സംശയം മാറ്റണം. Take away my doubts. യേശുവേ, Jesus, അങ്ങിൽ ഞാൻ കടന്ന് വിശ്വസിക്കുന്നു. I am stepping ahead and walking forward in faith. ഈ വിശ്വാസം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. Fill me with this faith. എല്ലാ സംശയത്തിന്റെ മലകളും Every mountains of doubt, മാറിപ്പോകട്ടെ. let it be turned away. കർത്താവേ, Lord, ഇപ്പോൾ right now, ഞാൻ അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്നു. I believe in your word. ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മലയോട് കൽപ്പിക്കുന്നു. I'm commanding to the mountains before me. ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. Right now, let a miracle take place. ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കട്ടെ. Right now, let a deliverance take ഈ place. ജനത്തെ അനുഗ്രഹിക്കണം. I bless this people. ഇപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭ്യമാകണം. Right now, all those who are jobless, let them receive jobs. ആമേൻ. തലമുറ ഇല്ലാത്തവർക്ക് തലമുറ ജനിക്കണമേ. All those who are childless, let children be born to them. ഇടഭാരത്തിലുള്ളവരെ വിടുവിക്കണമേ. Oh Lord, deliver those who are in debt. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name, ആമേൻ. amen. നമ്മുടെ ഈ മോർണിംഗ് ഗ്ലോറി എന്ന ശുശ്രൂഷയിലൂടെ ധാരാളം പേര് വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Through this morning glory ministry, there's a lot of people who are being delivered. ഇത് എൻ്റെ ഒരു മിനിസ്ട്രി അല്ല, നമ്മളുടെ മിനിസ്ട്രിയാണ്. This is not my ministry, this is our ministry. നിങ്ങൾ ഇത് കാണുക മാത്രമല്ല, നിങ്ങൾ അയച്ചു കൊടുത്ത് ഒരാൾ രക്ഷിക്കപ്പെടുകയും ഹീലിംഗ് പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചെയ്ത ശുശ്രൂഷയുടെ ആ വർക്കിന്റെ ഒരു ബെനഫിറ്റ് ദൈവം നിങ്ങൾക്കും തരും. You shouldn't just watch it, you should share it so that people can get healed, and the benefit of sharing will be added unto you in your life. God bless you. Love you. God bless you. I love you. നമുക്ക് മൂന്നാറിൽ വെച്ച് ഒരു യൂത്ത് ക്യാമ്പ് നടക്കും. A youth camp is organized in Munnar. മെയ് മാസം 12, 13, 14 തീയതികളിൽ In the month of May, 12th, 13th and 14th. നിങ്ങൾ വേഗം വിളിച്ച് രജിസ്റ്റർ ചെയ്യാൻ ഓർപ്പിക്കും. Call as soon as you can and register. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലകളിലുള്ള കുഞ്ഞുങ്ങൾ ആരും മറക്കരുത്. Especially youngsters in the district of Idukki should not forget this. നാളുകളായി കർത്താവ് ഇടപെടുന്ന ഒരു സത്യമായ കാര്യമാണ് ഇടുക്കിയെ ദൈവം ഉണർത്താൻ പോകുന്നത്. You know, it's been a long time since the Lord has been keeping on pressing in my heart that God is going to awaken Idukki. സഭാ വ്യത്യാസമില്ലാതെ, Without any differences in church denominations. എല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്യാമ്പിൽ വിടുക. Everyone, please send your children to the camp. അവർ പരിശുദ്ധാത്മാവിൽ നിറയാത്തവർ നിറയും. All those who are not filled in the Holy Spirit will be filled. അവരെ അലട്ടുന്ന ഡിപ്രഷൻ മാറ്റും. Every depressing thought that's bothering them will be turned away. അവരുടെ അലസതകൾ മാറും. Their laziness will be turned away. അടഞ്ഞ വഴികൾ തുറക്കും. And all the ways that are shut before them will be opened. ദൈവത്തിന്റെ സീസണാണ്. This is the season of God. മറക്കരുത്. Do not forget it. മെയ് 12, 13, 14. May 12th, 13th and 14th. ആമേൻ. Amen.